ഹലോ ഹായ് കുടുംബങ്ങളെ, ഇന്ന് നമ്മൾക്ക് കുറച്ച് തിലോപ്പിയ മീൻ എന്ന് പറയും ഇവിടെ. അത് നമ്മൾ ഹാഫ് kg വാങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഫ്രൈ ചെയ്യാം. എപ്പോഴും ഫ്രൈ ചെയ്യുന്നതിന് വെച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റായിട്ട് ഫ്രൈ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കരിമീനാണോ, ഏത് ഇനം വെറൈറ്റിയാണ്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ. പക്ഷേ കരിമീനല്ല. കരിമീൻ വന്നിട്ട് നമ്മൾ ഇത്തിരി കുറച്ചും കൂടെ ബ്ലാക്ക് ആയിട്ടുണ്ടാവില്ലേ, ഇത് വന്നിട്ട് തിലോപ്പിയ എന്നാണ് പറഞ്ഞത് അവർ, ഫിഷ് കടക്കാരൻ. കണ്ടില്ലേ, നല്ല പീസൊക്കെയാണ്, കൂടുതലും തല പീസൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾക്ക് ഫ്രൈ ചെയ്യുക വെറൈറ്റി. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം, നമ്മളെങ്ങനെ ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ഓക്കെ. ഹേ ഫിഷ്, ജസ്റ്റ് ടർമറിക് പൗഡർ. ടർമറികല്ലേ, നല്ല മഞ്ഞൾപ്പൊടി, then chili powder, then add some small onion, then now add some garlic, little bit ginger, 1 green chili, add some curry leaves, then put some pepper. After put the പെരുംജീരക പൗഡർ கிடையாது, പെരുംജീരകം. It's a nice smell give the fish. Add some red color Kashmiri chili. Put some Kashmiri chili. 1 pinch salt. Yes, 1 pinch of salt. Then we blend it all things in mixer jar. Add the fine paste into the fish. Then few drops of lemon essence. It's a fresh lemon. Then mix it well the fish. മൊത്തത്തിൽ പറഞ്ഞാൽ ഇതങ്ങനെ തേച്ച് പിടിപ്പിക്കുക. കയ്യിലൊക്കെ മുള്ളു കുത്തിയിട്ട ഫിഷിൻ്റെ. പതുക്കെ അങ്ങോട്ട് ഇതിലൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആഫ്റ്റർ 10 minutes rest, we fried the fish. Put the ചീനിച്ചട്ടി or pan, then കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. Add some coconut oil for fry. എണ്ണ ചൂടായത് നമ്മൾക്ക് ഈ ഫിഷ് എടുത്തിട്ട് അതിലിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് just a swish sound. Add curry leaves, and coriander leaf. Just that way. പിന്നെ അങ്ങോട്ട് തിരിച്ച് മറിച്ച് കൂട്ടുക. അപ്പം എങ്ങനെയാ, മീനൊക്കെ ഫ്രൈ ആയി. എല്ലാവരും കഴിക്കാൻ വരും കേട്ടോ. അപ്പോൾ കേശുവിന് കുറച്ച് ഫീവറൊക്കെ ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന്, അപ്പോൾ അവർക്ക് കുറച്ച് കുഴപ്പമില്ല, മേലൊക്കെ കഴുകി കുട്ടി ഫിഷ് കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. കേശു ഒരു ഹായ് പറ. യെസ്, ഇറ്റ്സ് റെഡി ഫോർ സെർവ്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാൻ ടൈമായി. കുറച്ച് ഇതെല്ലാം ആവട്ടെ.
എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെൽ ബട്ടൺ കൂടി അടിച്ചിട്ട് ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഡെയിലി വ്ളോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അത്രയേ ഉള്ളൂ.